കാണിച്ചു തരാം. ശരിക്കും നമുക്ക് DBMSലുണ്ടല്ലോ 4 ടൈപ്പാണ് മെയിനായിട്ടുള്ള ലാംഗ്വേജസിൽ വരുന്ന കമാൻഡ്സുകളെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പല ലാംഗ്വേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണാമല്ലോ അല്ലേ? ഓക്കെ. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയായിരുന്നോ? ലിങ്ക് ഇട്ടുന്നത് നോക്കിയായിരുന്നു. ചെയ്യാൻ പറ്റിയോ? ചെയ്യാൻ പറ്റിയായിരുന്നോ? ഇൻസ്റ്റാൾ കംപ്ലീറ്റ് ആയില്ല. എറർ വന്നാണോ അതോ ചെയ്യാൻ പറ്റാതെ വന്നതിന്റെ പ്രശ്നമാണോ? അതല്ല, അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ ലൂപ്പ് പോലെ കറങ്ങുമായിരുന്നു എനിക്ക്. വെച്ചിട്ടും കംപ്ലീറ്റ് ആയില്ല. ആണല്ലേ? അത് കുറച്ചു നേരം എടുക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഓക്കെ ഓക്കെ, ഞാനിവിടെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പം അടുത്ത ദിവസം ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ടൈം എടുക്കും എന്നാണ് അതിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. കുറേ നേരം എടുക്കും. ഓക്കെ. നമുക്ക് വഴിയെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് DBMS ലാംഗ്വേജസ്, നമ്മൾ കമാൻഡ്സിലേക്കാണല്ലോ നമ്മൾ നോർമലി പോവുക. അപ്പോൾ DBMS ലാംഗ്വേജസ് എന്ന് പറയുന്നത് മെയിൻലി 4 ടൈപ്പാണ് പറയുന്നത്. വേറെ ടൈപ്പുകളുണ്ട് കേട്ടോ. തിയറി എടുത്ത് വരുമ്പോൾ നമുക്ക് ചിലത് വേറെ ടൈപ്പ് ഓഫ് ലാംഗ്വേജസ് പറയുന്നുണ്ട്. എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ഓൾ റൗണ്ട് ഇത്രയുമാണ്. DDL, DCL, DML ആൻഡ് TCL. ഇങ്ങനത്തെ കമാൻഡ്സുകളാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. DDLലും DMLലും ആണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എഴുതുന്ന കമാൻഡ്സുകൾക്ക് നോർമലി പറയുന്നത് കൊറി എന്നാണ്. ഓക്കെ, DDL എന്ന് പറയുന്നത് ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ് പറയുക. ഓക്കെ, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്നാണ് പറയുക. ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എപ്പോഴും എന്താ പറയുക, ടേബിളിൻ്റെ സ്ട്രക്ചറിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താനുള്ള കമാൻഡ്സുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് ആണ് DDL എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, DDL, ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓക്കെ, അതിൽ മെയിനായിട്ട് നമുക്ക് വരുന്ന 4 കമാൻഡ്സുകളാണുള്ളത്. ഒന്ന് ക്രിയേറ്റ് ആണ്. ക്രിയേറ്റ്, ഇപ്പം നമുക്ക് ഡാറ്റാബേസ് ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, എന്ത് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് എന്ത് വേണം? ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ് വേണം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് വേണ്ടതാണ് വേറെ ഒന്ന് ഓൾട്ടർ. ഓൾട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താനുണ്ടോ ആ ചേഞ്ചസ് എല്ലാം സ്ട്രക്ചറിന് ചേഞ്ച് വരുന്നു. ഓക്കെ, സ്ട്രക്ചറിന് ചേഞ്ച് വരുത്താനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾട്ടർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറെ ഒരെണ്ണമാണ് ഡ്രോപ്പ്. ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിനെ അതിൻ്റെ സ്ട്രക്ചറോടുകൂടി ആ സ്ട്രക്ചർ ഡിലീറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുക? ഡ്രോപ്പ് എന്ന് പറയുക. അതുപോലെ ഒരു ട്രങ്കേറ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ട്. ട്രങ്കേറ്റ് എന്ന് പറയുന്ന കമാൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്തു, ടേബിൾ ക്രിയേറ്റ് ചെയ്തു, ഡാറ്റ ഇൻസേർട്ട് ചെയ്തു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ആ ഡാറ്റയോടുകൂടി അതായത് ഡാറ്റ മാത്രം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും, സ്ട്രക്ചർ അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ, സ്ട്രക്ചർ അതുപോലെ നിർത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ ഡാറ്റ ഡിലീറ്റ് ചെയ്ത് കളയുന്നതിന് യൂസ് ചെയ്യുന്നതാണ് ഒരു ട്രങ്കേറ്റ് എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, അത് നമ്മൾ അത്രയും ചെയ്യുന്നില്ല, വേണമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ദെൻ റീനെയിം. റീനെയിം എന്ന് പറയുന്നത് ടേബിൾ ആയിക്കോട്ടെ, ഡാറ്റാബേസ് ആയിക്കോട്ടെ, അതൊരു വേറൊരു നെയിം കൊടുക്കണമെങ്കിൽ നമുക്ക് റീനെയിം എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന കമാൻഡ്സുകൾ എന്ന് വെച്ചാൽ ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ്, ട്രങ്കേറ്റ് ആൻഡ് റീനെയിം. ഓക്കെ, ഇത്രയും കമാൻഡ്സുകളാണ് നമുക്ക് നോർമലി ഉള്ളത്.
നമ്മൾ ആദ്യമേ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഉദ്ദേശിക്കുന്നത് ഫെമിലറൈസേഷൻ ഓഫ് DDL കമാൻഡ്സുകളാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിലൊന്ന് നോക്കിക്കേ. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സിൻടാക്സ് ആണ് ക്രിയേറ്റ്, ദെൻ സ്പേസ് ഇടുക, ടേബിൾ സ്പേസ് ടേബിളിന്റെ നെയിം എന്താണോ അത് കൊടുക്കുക. ദെൻ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ നമ്മുടെ ഡാറ്റ ഏതാണോ നമ്മുടെ എന്താ പറയുക ആട്രിബ്യൂട്ട്, അതായത് ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിളിന്റെ ഉള്ളിൽ ഓരോ കോളം നെയിംസ് ഉണ്ടാവുമല്ലോ, അതിനെയാണ് എന്തെന്ന് പറയുക, ആട്രിബ്യൂട്ട് എന്ന് പറയുക. ഓക്കെ, ദെൻ ആട്രിബ്യൂട്ട് കൊടുക്കുക. പിന്നെ എന്ത് വേണം, ആട്രിബ്യൂട്ട് മാത്രം കൊടുത്താൽ പോരാ, അതിൽ ഏത് ടൈപ്പിലുള്ള ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്, ദാറ്റ്സ് ഡാറ്റ ടൈപ്പ്. ഓക്കെ, ദെൻ കോമയിട്ട് അങ്ങനെ എത്ര ഡാറ്റാസ് ഉണ്ടെങ്കിലും കൊടുക്കാം. ഒന്നുകൂടി പറയുന്നു സിൻടാക്സ് ക്രിയേറ്റ് ടേബിൾ, എന്നിട്ട് എന്ത് കൊടുക്കണം, ടേബിളിന്റെ കറസ്പോണ്ടിങ് നെയിം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ആട്രിബ്യൂട്ട്സ് കൊടുക്കുക, അല്ലെങ്കിൽ കോളം നെയിം, അല്ലെങ്കിൽ അതിൽ പറയുന്ന ഇപ്പൊ സ്റ്റുഡന്റ് ആണെങ്കിൽ സ്റ്റുഡന്റിന് എന്തൊക്കെ ഉണ്ടാവും, റോൾ നമ്പറും ഉണ്ട് നെയിമും ഉണ്ട്. ഈ റോൾ നമ്പറും നെയിമും എന്ന് പറയുന്നതാണ് എന്ത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് കൊടുക്കാം, എത്ര ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിലും കൊടുക്കാം. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, ദെൻ സെമി കോളൻ കൊടുക്കുന്നു. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ഇവിടെ ഒരു കൊറി കൊടുത്തിരിക്കുന്നത് MySQL-ഉള്ളതാണേ. ഇത് നമ്മുടെ SQL-ലും വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ക്രിയേറ്റ് ടേബിൾ, ദെൻ സ്റ്റുഡൻറ്റിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, ടേബിളിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്. ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ സ്റ്റുഡൻറ്റ് ID ഉണ്ട്, നെയിം ഉണ്ട്, ഏജ് ഉണ്ട്. ഓക്കെ, നമ്മൾ എപ്പോഴും ഉണ്ടല്ലോ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും ആ ടേബിളിൻ്റെ എന്താ പറയുക, ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ഉണ്ടായിരിക്കും. ആ ആട്രിബ്യൂട്ട് മസ്റ്റ് ബി എ പ്രൈമറി കീ. ഓക്കെ, യുണീക്ക് ആയിട്ടുള്ള വാല്യൂ കൊടുക്കുന്നതിനെയാണ് ശരിക്കും പ്രൈമറി കീ എന്ന് പറയുന്നത്. ദെൻ ആ പ്രൈമറി കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഒരിക്കലും നമുക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, എൻ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇറ്റ്സ് യുണീക്ക് ആയിരിക്കണം. ദെൻ ഇറ്റ്സ് നോട്ട് നൾ. നോട്ട് നൾ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ശരിക്കും നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു, ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലും അത് അങ്ങനെയല്ല. ശരിക്കും ഒരു നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ നമുക്ക് എനിക്ക് വേറെ ഒരു ടേബിൾ വേണം, അടുത്ത ടേബിൾ വേണം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് ID കൊടുത്തു, ദെൻ അടുത്തതിൽ ഒരു സ്റ്റുഡൻറ്റ് ID കൊടുത്തു, ദെൻ അടുത്ത ടേബിളിൽ എനിക്ക് വേണമെങ്കിൽ ഞാൻ അവിടെ സ്റ്റുഡൻറ്റ് ID കൊടുത്തു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. എപ്പോഴും എന്ത് പറയാ, ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ഡാറ്റ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവാൻ പാടില്ല. വേറൊരു ടേബിളിൽ ഇരിക്കുന്ന ഡാറ്റ അവിടെ ഉണ്ടെങ്കിൽ അത് നമ്മൾ നമുക്ക് ആവശ്യമുള്ള ടേബിളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇവിടെ ഞാൻ ക്രിയേറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ ചെയ്യുന്ന ഒരു മെക്കാനിസമാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇപ്പം ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ടേബിൾസിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് പല നോർമലൈസേഷൻ ഉണ്ട്. 1NF 2NF 3NF എന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നു. അപ്പോൾ മിക്കവാറും നമ്മൾ ഏത് പ്രോജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമ്മൾ മെയിനായിട്ട് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു നോർമൽ ഫോം അക്യൂർ ചെയ്തിരിക്കണം എന്നാണ്. പക്ഷെ ഇപ്പം നമ്മളത് ആ കോൺസെപ്റ്റ് ഒക്കെ വിടും. NoSQL പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഡോക്യുമെൻ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് അത് പഠിക്കുന്നുണ്ട്. ആദ്യമേ നമ്മൾ ജസ്റ്റ് പക്ക SQL ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നോക്കിക്കേ, സ്റ്റുഡൻറ്റ് ID സ്പേസ് ഇട്ടിട്ട് എന്ത് കൊടുക്കണം, ഡാറ്റ ടൈപ്പ് കൊടുക്കണം. ദെൻ നോർമലി നമ്മൾ ഏത് ടേബിൾ ക്രിയേറ്റ് ചെയ്താലും അതിനെ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് യുണീക്ക് ആയിരിക്കണം, ദെൻ നോട്ട് നൾ ആവാൻ പാടില്ല. ഓക്കെ, അങ്ങനെ പ്രൈമറി കീ ആയിട്ട് കൊടുക്കുന്ന ഒരു ആട്രിബ്യൂട്ടിനെ മാത്രമേ നമുക്ക് വേറൊരു ടേബിളിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പം ഏകദേശം സിൻടാക്സ് നോക്കിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നോക്കിയോ, പറഞ്ഞേ. സിൻടാക്സ് നോട്ട് ചെയ്ത് വെച്ചോ? അതുപോലെ തന്നെ അടുത്തത് ക്രിയേറ്റ് പറഞ്ഞു. ദെൻ
ശരിക്കും ഇത് കണ്ടോ, ഡിസ്ക്രിപ്ഷൻ ഇവർ ഒരു ഔട്ട്പുട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നതിനകത്ത് കണ്ടോ, DESC സ്പേസ് സ്റ്റുഡൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ടേബിളിന്റെ കറസ്പോണ്ടിങ് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ വരും. അപ്പൊ നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണോ ആ ഡിസ്ക്രിപ്ഷൻ അവിടെ എഴുതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റില്ലായിരിക്കും എന്ന് തോന്നുന്നു. വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഓൺലൈൻ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്കത് ചെയ്യണം കേട്ടോ. അത് നോക്കിയിട്ട് പറയാം. ഏതായാലും ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഓൾട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഡാറ്റ ടൈപ്പ് അല്ല, ടേബിളിൻ്റെ സ്ട്രക്ചറിന് ചേഞ്ച് വരുത്തുന്നതിന്. ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അതിൻ്റെ അകത്ത് എന്താ, സ്റ്റുഡൻറ്റ് ID ഉണ്ട്, സ്റ്റുഡൻറ്റ് നെയിം ഉണ്ട്. പക്ഷേ എനിക്ക് രജിസ്റ്റർ നമ്പറും കൂടി വേണം. ഓക്കെ, അപ്പം ഞാൻ മറന്നു പോയിരുന്നു. അപ്പം എനിക്കൊന്നുകൂടി ചെയ്യണമെന്നുണ്ട്. അപ്പം ഞാൻ രജിസ്റ്റർ നമ്പറും കൂടി എനിക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേനും ഞാൻ യൂസ് ചെയ്യേണ്ട എന്താ, ഓൾറെഡി ഞാൻ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ എനിക്ക് ഏത് കമാൻഡ് യൂസ് ചെയ്യേണ്ടത്, ഓൾട്ടർ എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാം. ഓൾട്ടർ ടേബിളിൻ്റെ നെയിം, ആഡ് എന്ന് പറയുന്ന ഒരു കീവേഡ് ഉണ്ട്. ദെൻ സ്പേസ് ഇട്ടിട്ട് കോളം നെയിം കൊടുക്കാം. ഓക്കെ, കോളം നെയിം മാത്രം കൊടുത്താൽ പോരാ, എന്ത് കൊടുക്കണം, അതിൻ്റെ ഡാറ്റ ടൈപ്പ് ഉണ്ടെങ്കിൽ ഡാറ്റ ടൈപ്പും കൂടി കൊടുക്കണം. ഓക്കെ, ഇത് ഞാൻ ഇട്ട് തരാം കേട്ടോ, ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാവേ. അടുത്തത് ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റാബേസ് ആയിക്കോട്ടെ, ടേബിൾ ആയിക്കോട്ടെ, ഹോൾ ആയിട്ട് അതിൻ്റെ സ്ട്രക്ചറെ ഡിലീറ്റ് ചെയ്ത് കളയുന്ന പരിപാടിക്കാണ് ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിങ്ങനെ കൊടുക്കണം, ഡ്രോപ്പ് ടേബിൾ നെയിം. ഓക്കെ, ഡ്രോപ്പ് ടേബിൾ നെയിം. ട്രങ്കേറ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. ട്രങ്കേറ്റ് വേണമെങ്കിൽ നമുക്ക് DML ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നില്ല, ഈ പ്രാവശ്യം ഡാറ്റ ഇൻസേർട്ട് ചെയ്യാതെയാണ് ചെയ്യുന്നത്. അതുപോലെ റീനെയിം എന്ന് പറയുന്നത് ഇതിങ്ങനെയല്ല കേട്ടോ കൊടുക്കുന്നത്. ഓൾട്ടർ ടേബിളിൻ്റെ നെയിം കൊടുക്കണം. ദെൻ റീനെയിം ഓൾഡ് ടേബിൾ നെയിം ടു ന്യൂ ടേബിൾ നെയിം. ഞാൻ ഈ പ്രാവശ്യം ചെയ്യാനുള്ള എൻ്റെ ഇത് ഇട്ട് തരാം, അന്നേരത്തെ ഒന്നിട്ട് മനസ്സിലാക്കുള്ളൂ കേട്ടോ. അപ്പം ഇത്രയുമാണ് കമാൻഡ്സുകൾ. നമ്മൾ ഇത്രയും കമാൻഡ്സുകൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇത് വേറെ MySQL ചെയ്തിരിക്കുന്നത്. MySQL വേറെ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. SQL അങ്ങനെയല്ല. ഇത്രയും കമാൻഡ്സുകൾ ഉണ്ടെന്ന് മനസ്സിലായോ? ബാക്കി ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഓക്കെ ആണോ? ഒന്ന് റിപ്ലൈ തന്നെ. ഓക്കെ അല്ലേ? ഇനി ഞാൻ വേറൊന്ന് കാണിച്ചു തരാം. നമുക്ക് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്നുള്ളത് ഒരു കുട്ടി എഴുതിയത് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് ഇട്ട് തന്നിട്ടുണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ എഴുതണം കേട്ടോ. പിന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ക്വസ്റ്റ്യൻ കാണാലോ? നോക്കിയേ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ക്രിയേറ്റ് എ ഡാറ്റാബേസ്. നിങ്ങൾ ഹെഡിങ് എഴുതിയിട്ട് ഫെമിലറൈസേഷൻ ഓഫ് DDL കമാൻഡ്സുകൾ എന്ന് എഴുതണം കേട്ടോ. DDL കമാൻഡ്സ് എന്ന് എഴുതുക. ദെൻ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്,
ഒരു 4 ടേബിൾ തന്നിട്ടുണ്ട്. ഈ പോർഷൻസ് ഒന്ന് എഴുതണ്ടേ, എങ്ങനെ എഴുതണ്ടേ എന്നുള്ളത് ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടിട്ടുണ്ട്, നോക്കണേ. ഇതിൽ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. നമുക്കൊരു 4 ടേബിൾ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, EMP എംപ്ലോയി എന്ന് പറയുന്ന ടേബിള്, വർക്ക്സ് എന്ന് പറയുന്ന ടേബിള്, കമ്പനി, മാനേജേഴ്സ്. ഓക്കെ. ആ ടേബിളിൽ EMP എന്ന് പറയുന്ന ടേബിളിന്റെ ഉള്ളിൽ 4 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. EMP ID, EMP_ID എന്നാണ് എഴുതിയിരിക്കുന്നത്. EMP_ നെയിം, സ്ട്രീറ്റ് _നമ്പർ, സിറ്റി. എങ്ങനെ വേണേലും പേര് കൊടുത്തു, അതിനൊരു കുഴപ്പമില്ല. ഇത് ശരിക്കും ഉണ്ടല്ലോ ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിന്റെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ടോ? ഫസ്റ്റ് വൺ എംപ്ലോയി ID എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് തരുന്നത് ഇങ്ങനെയായിരിക്കും. ആ അണ്ടർലൈൻ ഉണ്ട്, ഫസ്റ്റ് EMP IDയുടെ താഴെ അണ്ടർലൈൻ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് ആ ടേബിളിലെ EMP ID എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് പ്രൈമറി കീ ആണ് എന്നാണ് പറയുന്നത്. ഇനി പ്രൈമറി കീ ആയിട്ട് നോർമലി ഏത് ടേബിൾ ക്രിയേറ്റ് ചെയ്താലും നമ്മൾ ഏകദേശം നമ്മൾ ഐ ഡി ആണ് മെയിൻ ആയിട്ട് നമ്മൾ എന്താ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ആ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുന്നതിന് മാർക്കുണ്ട്. ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ നമ്മൾ പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. യുണീക്ക് വാല്യൂ ആയിരിക്കണം. അതായത് ഒരു നോർമലൈസേഷൻ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് നോർമലൈസേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത് അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഇതിന്റെ താഴെ വേറെ എണ്ണം ഉണ്ടല്ലോ, വർക്ക്സ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ടല്ലോ, അതിന്റെയും എന്താണ് എംപ്ലോയി ID, കമ്പനി നെയിം രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് പറയാം. അതിന്റെ താഴെയായിട്ട് നോക്കിയേ, കമ്പനി എന്ന് പറയുന്ന ഒരു ടേബിൾ കണ്ടോ? അതിന്റെ ഉള്ളിലുള്ള ആട്രിബ്യൂട്ട്സ് അതൊക്കെ ആ കമ്പനി നെയിം ഉണ്ട്, സിറ്റി ഉണ്ട്. ഇതിൽ കമ്പനി നെയിം ആണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്താ? പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ അടുത്തത് മാനേജേഴ്സ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ എംപ്ലോയി ID ഉണ്ട്, ദെൻ മാനേജർ ID ഉണ്ട്. ഓക്കെ. ഇനി ഒരു കാര്യം നോക്കിയോ, വർക്ക്സ് എന്ന് പറയുന്ന ടേബിളിൽ എംപ്ലോയി IDയും കമ്പനി നെയിമും അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? വേറൊരു ടേബിൾ ഉണ്ടല്ലോ, EMP എന്ന് പറയുന്ന ടേബിൾ ഉണ്ടല്ലോ, അതിൽ EMP ID പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ വാല്യൂ തന്നെ വേണം നമുക്ക് ഇങ്ങോട്ട് വരാൻ. എന്ന് വെച്ചാൽ ഈ വർക്ക്സ് എന്ന് പറയുന്ന ടേബിളിൽ EMP ID എന്ന് പറയുന്നത് അതൊരു ഫോറിൻ കീ ആയിട്ട് ആക്ട് ചെയ്യും. EMP എന്ന് പറയുന്ന ടേബിളിലെ EMP IDയിലത്തെ വാല്യൂ ആണ് എനിക്ക് എങ്ങോട്ട് വരേണ്ടത്? വർക്ക്സ് എന്ന് പറയുന്ന ടേബിളിലേക്ക് വരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ EMP ID, വർക്ക്സിന്റെ EMP ID എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഫോറിൻ കീ ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ കമ്പനി നെയിം നോക്കിയേ, കമ്പനി നെയിം നമ്മൾ എവിടെയാണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? കമ്പനി എന്ന് പറയുന്ന ടേബിളിലാണ്. അതും നമ്മൾ എന്ത് ചെയ്യും? അതൊരു ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അതെങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം. ഇനി അതിന്റെ കണ്ടീഷൻസ് നോക്കിയേ, ഓരോരോ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. എംപ്ലോയി ID ഷുഡ് സ്റ്റാർട്ട് വിത്ത് ക്യാപിറ്റൽ ലെറ്റർ E ഇൻ എംപ്ലോയി ടേബിൾ. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എംപ്ലോയി ടേബിളിൽ നമ്മൾ എന്താ എംപ്ലോയി ID കൊടുക്കുന്നതിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്ത് വേണം? വേണം. ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിന് ചെക്ക് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനെ കുറിച്ച് പറയുന്നില്ല, പക്ഷെ ഇതിപ്പോൾ അതൊരു ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അത് എന്താന്ന് പറഞ്ഞേക്കാം. ബാക്കി നമ്മൾ മൂന്നാമത്തെ എക്സ്പെരിമെന്റ് ആയിട്ട് ഇതുപോലത്തെ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസും അഗ്രിഗേറ്റ് ഫംഗ്ഷൻസും എല്ലാം കൂടിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്ത ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എംപ്ലോയി ID ഇൻ വർക്ക്സ് ടേബിൾ മസ്റ്റ് ബി ദ എംപ്ലോയി ID ഫ്രം ദി എംപ്ലോയി ടേബിൾ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയി എന്ന് പറയുന്ന EMP എന്ന് പറയുന്ന ടേബിളിലെ എംപ്ലോയി IDയിലത്തെ ID തന്നെ ആയിരിക്കണം എവിടെ വരേണ്ടത്? വർക്ക്സ് എന്ന് പറയുന്ന ടേബിളിൽ വരേണ്ടത്. അതുപോലെ വേറെ കണ്ടീഷനോട് പറഞ്ഞിട്ടുണ്ട്, എംപ്ലോയി ID ആൻഡ് മാനേജർ ID ഇല്ല കേട്ടോ. എംപ്ലോയി ID ഇൻ മാനേജേഴ്സ് ടേബിൾ must be the employee ID from the employee table. അതിന്റെ അർത്ഥം എന്താ? അത് ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് ആഡ് ദീസ് 4 ടേബിൾസ് വിത്ത് സഫീഷ്യന്റ് കൺസ്ട്രെയിൻസ്. ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കൺസ്ട്രെയിൻസ് അനുസരിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓൾട്ടർ ടേബിൾ എംപ്ലോയി ആഡ് എ കൺസ്ട്രെയിൻ ദാറ്റ് എംപ്ലോയി നെയിം കനോട്ട് ബി ഡൺ. അതായത് ഓൾട്ടർ ചെയ്യാൻ EMP എന്ന് പറയുന്ന ടേബിളിൽ ഓൾട്ടർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഓൾട്ടർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? അത് നോട്ട് നൾ ആവരുത്. എംപ്ലോയി നെയിം കനോട്ട് ബി നോട്ട് നൾ. അതായത് എന്ത് ചെയ്യണം? നോട്ട് നൾ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ അതെന്താന്ന് പറയാം. അതുപോലെ ഒരു 2 ക്വസ്റ്റ്യനും കൂടി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു വർക്ക്സ് എന്ന് പറയുന്ന ടേബിളിലേക്ക് ഒരു കൺട്രി എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാനും പറഞ്ഞിട്ടുണ്ട്.
ഓക്കെ, ഇട്ട് തന്നിരിക്കുന്ന സ്ക്രീൻഷോട്ട് നോക്കട്ടെ കേട്ടോ. ഇനി ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തരാം, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതൊരു ഹിന്റ് ആയിട്ടുള്ളതുണ്ട്, അത് കാണിച്ചു തരാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇപ്പൊ ഏകദേശം ഐഡിയ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ കേൾക്കാമോ? ഓക്കെ 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 ഓക്കെ. ഇതിൽ ഫസ്റ്റ് നമ്മൾ EMP എന്ന് പറയുന്ന ടേബിൾ എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ കൊറിയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് ടൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ക്രിയേറ്റ് ടേബിൾ EMP ID എന്നാണ് പറഞ്ഞിരിക്കുന്നത്. EMP ID നമ്മൾ അതിന്റെ എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത്, ക്യാപിറ്റൽ ലെറ്റർ E ആയിരിക്കണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എപ്പോഴും എംപ്ലോയി ID കൊടുക്കുമ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ക്യാരക്ടർ വേണമെങ്കിൽ കൊടുക്കാം, ക്യാരക്ടർ വേണമെങ്കിൽ കൊടുക്കാം, വാർക്യാർ വേണമെങ്കിൽ കൊടുക്കാം. നമ്മൾ നോർമലി കൊടുക്കാറുള്ളത് വാർക്യാർ ആണ്. ഈ വാർക്യാർ 2 ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഡാറ്റ ടൈപ്സ് ഉണ്ട്. എല്ലാം ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ക്യാർ 8 എന്ന് പറയുന്നതിന് കുറച്ച് ബൈറ്റ്സ് മതി. ദെൻ വാർക്യാർ എന്ന് പറയുമ്പോഴത്തേനും കുറച്ചുകൂടി ബൈറ്റ്സുകൾ കൂടുതലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന്. പിന്നെ അതുപോലെ ഇപ്പോൾ വാർക്യാർ 2 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് കുറച്ചും കൂടി 32,000 സംതിങ് ബൈറ്റ്സുകൾ യൂസ് ചെയ്തിട്ടായിരിക്കും സ്റ്റോർ ചെയ്യുക. എല്ലാം ഒരുപോലെയാണ്. നമ്മൾ ട്രഡീഷണലി നമ്മൾ യൂസ് ചെയ്യുന്നത് വാർക്യാർ ആണേ. വാർക്യാറോ വാർക്യാർ 2ഓ യൂസ് ചെയ്യുക കേട്ടോ. താഴെ എഴുതിയിട്ടുണ്ടല്ലോ വാർക്യാർ ദെൻ ബ്രാക്കറ്റിന്റെ ഉള്ളില് എത്ര ലെങ്തിലാണ്, എത്ര ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ നമ്പർ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ EMP ID എന്ന് കൊടുത്തു, സ്പേസ്, പിന്നെ എന്ത് വേണം കൊടുക്കാൻ, ഡാറ്റ ടൈപ്പ് മസ്റ്റ് ആയിട്ടും കൊടുത്തിരിക്കണം. അതിനുശേഷമായിരിക്കും നമ്മൾ എന്തെങ്കിലും ചെക്കിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ E സ്റ്റാർട്ടിങ്ങിൽ എംപ്ലോയി IDക്ക് വേണം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ചെക്ക് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്, അതിലുള്ള ഫംഗ്ഷൻ തന്നെയാണ് ചെക്ക്. ദെൻ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണോ ആട്രിബ്യൂട്ട്, നമ്മുടെ എംപ്ലോയി ID അല്ലേ, എംപ്ലോയി ID ലൈക്ക് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ഒരു പാറ്റേൺ കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ തന്നെ കൊടുക്കണം ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരിക്കണം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് എന്ത് വേണമെങ്കിലും ആയാലും കുഴപ്പമില്ല, അത് ചെക്ക് ചെയ്യില്ല, സ്റ്റാർട്ടിങ് മാത്രമേ ചെക്ക് ചെയ്യുള്ളൂ എന്ന് കാണിക്കുന്നതാണ്. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇതാണ് ഈ സ്റ്റാർട്ടിങ് വേണം എന്ന് ചെക്ക് ചെയ്തതാണ് ചെക്ക് എന്ന് തൊട്ട് തുടങ്ങിയത്. ഓക്കെ, ദെൻ സ്പേസ് ഇടുന്നു. നമ്മൾ പറഞ്ഞിരുന്നു പ്രൈമറി കീ ആണെന്ന് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാ, സ്പേസ് ഇടുക, പ്രൈമറി, ദെൻ സ്പേസ് ഇട്ടിട്ട് വേണം കീ എന്ന് കൊടുക്കാൻ. ഓക്കെ, ദെൻ എംപ്ലോയി നെയിം, പിന്നെ സ്ട്രീറ്റ് നമ്പർ, സിറ്റി, ഇതൊക്കെ കൊടുക്കും. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കമ്പനി എന്ന് പറയുന്ന ടേബിൾ വേണം രണ്ടാമത് ക്രിയേറ്റ് ചെയ്യാൻ, കാരണം അതിലാണല്ലോ നമ്മുടെ പ്രൈമറി കീ ഇരിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കമ്പനി നെയിം, ദെൻ വാർക്യാർ കൊടുത്തു, കീ പ്രൈമറി കീ എന്ന് കൊടുത്തു, ദെൻ സിറ്റി കൊടുത്തു. ദെൻ അത് കഴിഞ്ഞിട്ട് വർക്ക്സ് എന്ന് പറയുന്ന ടേബിളിൽ നമ്മൾ പറഞ്ഞിരുന്നു ഫോറിൻ കീ ആയിട്ട് സെറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ഡാറ്റാബേസ് പല നമ്മൾ SQL യൂസ് ചെയ്യുന്നുണ്ട്, SQL യൂസ് ചെയ്യുന്നുണ്ട്, MySQL, ഇങ്ങനെയുള്ള പലതിലും നമ്മൾ നോക്കും. പലതിനും ചെറിയ സ്ലൈറ്റ് ആയിട്ടുള്ള സിൻടാക്സിന് വ്യത്യാസമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് SQL-ലാണ്. SQL സിൻടാക്സ് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓൺലൈൻ വേറെ പല ടൈപ്പിലുള്ള കമ്പൈലേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല രീതി സിൻടാക്സ് മാറ്റി കൊടുക്കേണ്ടി വരും. എന്താണെങ്കിലും നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്കത് SQL-ലേക്ക് തന്നെ വരണം കേട്ടോ.
അപ്പോൾ അടുത്ത ലാബ് തൊട്ട് നിങ്ങൾ അതൊന്ന് മാക്സിമം ഇൻസ്റ്റാൾ ചെയ്യുക. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. ഞാനും ഇൻസ്റ്റാൾ ചെയ്തില്ല, നോക്കട്ടെ. ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് SQL-ലേക്ക് തന്നെ വരണം. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ പറയുമ്പോൾ തന്നെ നമുക്ക് ചെയ്തു പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരണം കേട്ടോ. ഇപ്പം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ, നിങ്ങൾക്ക് സമയം തരാം എന്നിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻസ്റ്റാൾ നോക്കിയോ. വർക്ക്സ് എന്ന് പറയുന്ന ടേബിളിൽ എംപ്ലോയി ID-യും കമ്പനി നെയിമും എന്താണ് EMP എന്ന് പറയുന്ന ടേബിളിൽ നിന്നും കമ്പനി എന്ന് പറയുന്ന ടേബിളിൽ നിന്നും എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, EMP ID സ്പേസ് നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ ഡാറ്റ ടൈപ്പ് കൊടുക്കണം, സ്പേസ് ഫോറിൻ കീ ആണ് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന കീവേഡ് ആണ് റഫറൻസസ്. ഓക്കെ, റഫറൻസസ് എന്ന് പറയുന്ന കീവേഡ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് വേണം, ഏത് ടേബിളിൽ ഇരിക്കുന്ന ഇതാണെന്ന്. ഓക്കെ, EMP ബ്രാക്കറ്റിന്റെ ഉള്ളിൽ EMP_ID. ഓക്കെ, ഐഡിയ മനസ്സിലായോ? ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം, EMP ID സ്പേസ് ഡാറ്റ ടൈപ്പ്. രണ്ട് ഡാറ്റ ടൈപ്പ് സെയിം ആയിരിക്കണം കേട്ടോ, അത് നോക്കണം. ഓക്കെ, റഫറൻസസ് EMP ബ്രാക്കറ്റിന്റെ ഉള്ളിൽ അവിടെ കൊടുത്തിരിക്കുന്ന ഡാറ്റ ടൈപ്പിൻ ആട്രിബ്യൂട്ട് ഏതാണോ അത് കൊടുക്കുക. കമ്പനി നെയിമും അതുപോലെ തന്നെ കൊടുക്കുക. ഓക്കെ, ദെൻ സാലറി പ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് പ്രൈമറി കീ EMP ID കമ്പനി നെയിം കൊടുക്കാതെ ഒന്ന് ചെയ്ത് നോക്കൂ. അതിനുശേഷം വേണം ചെയ്ത് നോക്കാൻ കേട്ടോ, കാരണം അത് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കണേ. പിന്നെ അതുപോലെ മാനേജേഴ്സിന്റെ കേസിൽ വരുമ്പോഴത്തേനും റെഫറൻസസ് കൊടുക്കണം. കാരണം എംപ്ലോയി ID എവിടെ നിന്നാണ്, EMP ബ്രാക്കറ്റിന്റെ ഉള്ളിൽ EMP ID. ഓക്കെ, അപ്പൊ റെഫറൻസ് കൊടുത്ത് ചെയ്യുക. മാനേജർ ID ഇത് വേണ്ട കേട്ടോ, മാനേജർ ID ഇത് വേണ്ട. ഞാൻ കുട്ടികൾ ചെയ്തിട്ടുള്ളത് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കണേ അത് കറക്റ്റ് ആയിട്ടുള്ളതാണോ. ഓക്കെ, ദെൻ ഓൾട്ടർ ചെയ്യുന്നതിന് ഓൾട്ടർ ടേബിൾ തന്നെയും നമുക്കിപ്പം മോഡിഫൈ ചെയ്യണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് മോഡിഫൈ ചെയ്യുവാണ്. മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡിഫൈ EMP നെയിം വാർക്യാർ എത്രയാണെന്ന് വെച്ചാൽ വാല്യൂ കൊടുക്കാം. എന്തെന്നാ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ്സ് നോട്ട് ബി നൾ എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നോട്ട് സ്പേസ് നൾ, അതായത് EMP നെയിം എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും നമ്മൾ എൻ്റർ ചെയ്തിരിക്കണം എന്നാണ്. നമ്മൾ ആ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആ കൺസ്ട്രെയിൻ്റെ ഡിഫറൻസ് ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഏകദേശം ചെയ്യാനുള്ളത്. പിന്നെ ഒരു ആഡും ഉണ്ട്, ഡിലീറ്റും ഉണ്ട്, ഡ്രോപ്പും ഉണ്ട്. ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കാമോ? നിങ്ങളൊരു സജഷൻ പറഞ്ഞു. നിങ്ങൾ ഓൺലൈനായിട്ട് ചെയ്ത് നോക്കാൻ റെഡിയാണോ? ഓക്കെ, ഓൺലൈനായിട്ട് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരാം. അസൈൻമെൻറ്റ് ഇട്ടേക്കാം. അസൈൻമെൻറ്റ് ഇട്ടിട്ട് ദെൻ അതിലേക്ക് ഇടണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഓരോന്നും എല്ലാം ചെയ്ത് നോക്കണം. എല്ലാം ചെയ്ത് നോക്കിയിട്ട് കുട്ടികൾ ആ ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ അതിൻ്റെ ഇട്ടിട്ടുണ്ട്, നോക്കുക. നമുക്ക് ഇതെല്ലാം ചെയ്യണം. അതുപോലെ ഒരു 2 ക്വസ്റ്റ്യനും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു കൺട്രി ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും. ഓക്കെ, ആ ഓൾട്ടറിൻ്റെ മോഡിഫൈ പല ടൈപ്പിലുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കുക, നോക്കിയിട്ടൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് ഇട്ടേക്കാം, എന്നിട്ട് അപ്ലോഡ് ചെയ്യണം. ഓക്കെ ആണോ? ഓരോരുത്തരും പറഞ്ഞ് ഇന്നൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയപ്പോൾ പല സജഷൻസ് വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മോഡിഫൈ ചെയ്യാം കേട്ടോ. എന്താണെങ്കിലും അടുത്ത ലാബിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പം തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏകദേശം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാലോ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അത് ചെയ്ത് കാണിക്കണോ? ചെയ്യണോ? ഒന്ന് ചെയ്ത് നോക്കാമോ? ചെയ്ത് കാണിക്കണോ? ഒരു വേണോ? ഓക്കെ, എന്നാ നിന്നോയേ.
മ്യൂട്ടായിരുന്നു അല്ലേ? ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തോട്ട് മ്യൂട്ടായിരുന്നോ? ഓക്കെ. അപ്പൊ നമ്മൾ ക്രിയേറ്റ്, ദെൻ ടേബിളിന്റെ നെയിം കൊടുത്തു. ഫസ്റ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ, നിങ്ങൾക്ക് ഇത് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പൊ EMP-ID എന്ന് കൊടുത്തു. സ്പേസ് എന്ത് കൊടുക്കണം? ഡാറ്റ ടൈപ്പ് കൊടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള EMP-ID എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റൽ ലെറ്റർ E വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്പർ വേണമെങ്കിൽ ആവാമല്ലോ. അപ്പൊ നമ്പറിന്റെയും ആൽഫബറ്റ്സിന്റെയും മിക്സിംഗ് ആണെങ്കിൽ നമ്മൾ വാർക്കാറാണ് നോർമലി പ്രിഫർ ചെയ്യാറുള്ളത്. ഓക്കെ, വാർക്കാർ എന്ന് പറയുമ്പോൾ രണ്ടും കൊടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. എത്ര ക്യാരക്ടേഴ്സ് വേണോ അത്രയും ക്യാരക്ടേഴ്സിന്റെ ഒരു ഇതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ സ്പേസ് ഇടുക. സ്പേസ് വേണേ, എല്ലാത്തിലും നമുക്ക് നോർമലി സ്പേസ് വേണം. ചെക്ക് എന്ന് പറഞ്ഞ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. അതിന്റെ ഉള്ളിലാണ് ശരിക്കും നമ്മൾ എന്ത് ചെക്ക് ചെയ്യാൻ കൊടുക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കൺസ്ട്രെയിൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു EMP-IDയുടെ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ലെറ്റർ E ആയിരിക്കണം. അപ്പൊ അതിന് ചെക്ക് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഉള്ളില് EMP-ID ഏതാണോ ആട്രിബ്യൂട്ട് അത് കൊടുക്കുന്നു. സ്പേസ് ഇട്ടിട്ട് ലൈക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പാറ്റേൺ മാച്ചിങ് ആണ്. അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന പാറ്റേൺ എന്താണോ അത് കറക്റ്റ് ആണോ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ, ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ EMP-ID ലൈക്ക് എന്ന് പറയുന്ന കീവേഡ് ഉണ്ട്. സ്പേസ് ഇട്ടിട്ട് സിംഗിൾ കോഡ്സിന്റെ ഉള്ളിൽ ക്യാപിറ്റൽ ലെറ്റർ E കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ പെർസെൻറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. പെർസെൻറ്റേജ് കൊടുക്കുന്നതിന് ഉദ്ദേശം വെച്ചാൽ അത് കഴിഞ്ഞിട്ട് എന്ത് വേണേലും ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല. ചെക്ക് ചെയ്യുന്നത് എന്തായിരിക്കും? എപ്പോഴും ചെക്ക് ചെയ്യുന്നത് DDL കമ്പൈലർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ DDL കമ്പൈലർ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, സ്റ്റാർട്ടിങ് നമ്മൾ കൊടുക്കുന്ന വാല്യൂവിന്റെ സ്റ്റാർട്ടിങ് ക്യാപിറ്റൽ ലെറ്റർ E ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ് ചെക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഇനി തേർഡ് എക്സ്പെരിമെന്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. പല ബിൽറ്റ് ഇൻ ഫംഗ്ഷൻസിനെ കുറിച്ച് ഒരു സ്റ്റഡി നടത്തുന്നുണ്ട്, അന്നേരം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ദെൻ പ്രൈമറി സ്പേസ് കീ. അപ്പൊ പ്രൈമറി കീ ആണെന്ന് സെറ്റ് ചെയ്യുന്നതിനാണ് സ്പേസ് പ്രൈമറി സ്പേസ് കീ എന്നാണ്. ഓക്കെ, ബാക്കി എംപ്ലോയി നെയിം, സ്ട്രീറ്റ് നമ്പർ, സിറ്റി. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ആദ്യം വന്നപ്പോൾ എറർ വന്നിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ ആ ബ്രാക്കറ്റ് കൊടുക്കാത്തതുകൊണ്ടാണ്. നോക്കാം. ഓക്കെ, ഇവിടെ താഴെ കണ്ടോ SQL query സക്സസ്ഫുള്ളി എക്സിക്യൂട്ടഡ്. ഇതിലൊന്നും ഇല്ല, ഡാറ്റ ഒന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇതൊരു ഡിസ്ക്രിപ്ഷൻ അടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു അല്ലേ? അത് MySQL ആണ് പറ്റുക. സാധാരണ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കാൻ പറ്റാറുണ്ട്. DESC നോക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ചെയ്യാൻ പറ്റിയില്ലായിരുന്നു തോന്നുന്നു. EMP ഇപ്പൊ നമ്മൾ ഓൾറെഡി ചെയ്ത ഏതെങ്കിലും കൊറി ഉണ്ടെങ്കിൽ ആ കൊറി ഇപ്പം അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ എന്താ പറയുക, ഹൈഫൻ ഇട്ട് കൊടുത്താൽ മതി. ദാറ്റ്സ് സിമിലർ ടു കമന്റ് ചെയ്യുന്നതിന് തുല്യമാണ്. കമന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ കമ്പൈലർ അങ്ങനെ കമന്റ്, ഇപ്പൊ ഇതിന്റെ കമന്റ് എന്ന് പറയുന്നത് ഡബിൾ ഹൈഫൻ ആണ്. അപ്പൊ അങ്ങനെ ഹൈഫൻ കണ്ടു കഴിഞ്ഞാൽ അത് സ്കിപ്പ് ചെയ്യും, അത് റൺ ചെയ്യില്ല. ഓക്കെ, ഇപ്പൊ നോക്കട്ടെ കേട്ടോ, റൺ ആവുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. ഇല്ല, അങ്ങനെ സിൻടാക്സ് എറർ ഉണ്ടെന്നാണ് പറയുന്നത്. ഒന്നും നോക്കിയില്ല കേട്ടോ, നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പൊ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. കുട്ടികൾ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? അവർ ഒരു ടേബിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അതിന്റെ ഡിസ്ക്രിപ്ഷൻ എടുത്തു, ഡിസ്ക്രിപ്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ദിവസം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കാം കേട്ടോ. ഇത്രയും ഏകദേശം ഐഡിയ കിട്ടിയോ? ഒന്ന് പറഞ്ഞേ. ഓക്കെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഇതും കൂടി ഒന്ന് നോക്കാം. ഏതായാലും കമ്പനിയും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യട്ടെ. ആ വർക്ക്സ് എന്ന് പറയുന്നതിൽ റെഫറൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നും കൂടി നോക്കണം. ഓക്കെ, ഒരു മിനിറ്റ് ഇടാം, നോക്കാം. അപ്പം ഇത് വർക്ക് ചെയ്യില്ലല്ലോ, നോക്കട്ടെ. ഇനി അടുത്തത് ക്രിയേറ്റ് കമ്പനി ക്രിയേറ്റ് ചെയ്യുവാണേ. ടേബിൾ കമ്പനി ബ്രാക്കറ്റിന്റെ ഉള്ളില് കമ്പനി നെയിം വർക്ക്യാർ അത് പ്രൈമറി കീ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. പ്രൈമറി കീ എന്ന് പറഞ്ഞത് പ്രൈമറി കീ കൊടുക്കുമ്പോൾ പ്രൈമറി കീ എന്ന് കൊടുത്തു, കോമ, ദെൻ സിറ്റി വർക്ക്യാർ.
ഓക്കെ, അതും കുഴപ്പമില്ല, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി വർക്ക്സ് എന്ന് പറയുന്ന ടേബിൾ, വർക്ക്സ് എന്ന് പറയുന്ന ടേബിളിൽ ക്രിയേറ്റ് ടേബിൾ വർക്ക്സ്, ദെൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ EMP ID വാർക്കാറില്ലേ നമ്മൾ മുകളിൽ കൊടുത്തത്, അപ്പം അത് തന്നെ വാർക്കാർ തന്നെ കൊടുത്തു. 12 റെഫറൻസസ്, EMP എന്നാണ് നമ്മൾ മുകളിൽ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ നെയിം. അതിൻ്റെ ഉള്ളിലെ കറസ്പോണ്ടിങ് ആട്രിബ്യൂട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ EMP ID എന്ന് പറയുന്നത് ഫോറിൻ കീ ആണ്. ഈ റെഫറൻസ് എന്ന് പറഞ്ഞ കീവേഡ് കണ്ടു കഴിഞ്ഞാൽ ഓർത്തോണം, ഫോറിൻ കീ ആണ്. ഈ MySQL-ലൊക്കെ ഉണ്ടല്ലോ, അവർ ഫോറിൻ കീ എന്ന് തന്നെ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഇപ്പുറത്തോട്ട് റെഫറൻസ് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ MySQL-ല്ലോ നോക്കുന്നത്. ഓക്കെ, അപ്പം പലതും നോക്കുന്ന സെർച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, അങ്ങനെയും വരാം. നിങ്ങൾ ഏതെങ്കിലും ഒരു സിൻടാക്സ് ഫോളോ ചെയ്യുക കേട്ടോ. ഈ സിൻടാക്സ് ഫോളോ ചെയ്താൽ മതി. കമ്പനി നെയിം എന്ന് പറയുന്ന കമ്പനി എന്ന് പറയുന്ന ടേബിളിൽ നിന്നുള്ളതല്ലേ, അപ്പൊ നമ്മൾ റെഫറൻസസ് എവിടെ നിന്നാണ് റെഫറൻസ് ചെയ്തിരിക്കുന്നത്? കമ്പനി എന്ന് പറയുന്ന ടേബിളിലെ കമ്പനി നെയിം. ഓക്കെ, കമ്പനി നെയിം. ഇനി എന്താ ഉള്ളത്? എന്താ സാലറി ഉണ്ടല്ലേ, കോമ സാലറി ഫ്ലോട്ട് എന്ന് പറയുന്ന വേറൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, പോയിന്റ് ഇട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വേണമെങ്കിൽ കൊടുക്കാം. ഇത്രയും കൊടുത്തിട്ടൊന്ന് നോക്കാം കേട്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. എന്താ പ്രശ്നം വരുന്നത് നോക്കട്ടെ. ഒരു ബ്രാക്കറ്റ് കൂടിപ്പോയി. അതും വർക്ക് ചെയ്തോളൂ. അപ്പൊ നമുക്ക് പ്രൈമറി കീ ആയിട്ട് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ കേട്ടോ. അപ്പൊ നോക്കാം, നമുക്ക് റെഫറൻസസ് ആക്കി നമ്മൾ DML അടുത്ത ദിവസം ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടിന്യൂഷൻ നോക്കാം കേട്ടോ. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയോ? ബാക്കി ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ടുകൾ ഉള്ളത് ഗ്രൂപ്പിലിട്ടിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഡൗട്ട്സ് ഉള്ളത് ഇട്ടോട്ടോ, നമുക്ക് അന്നേരത്തേക്കും ക്ലിയർ ചെയ്യാവേ. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിക്കോളൂല്ലേ. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സുകൾ ഉള്ളത് ചോദിക്കുക. ഓക്കെ, ഓൾട്ടർ അതിൽ വർക്ക് ചെയ്യുമെന്നൊരു സംശയമുണ്ട്. അന്ന് ഞാൻ കുട്ടികളെ കൊണ്ട് ഓൺലൈൻ ചെയ്യിച്ചപ്പോഴത്തേനും ഓൾട്ടർ അതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും ഓൺലൈൻ കമ്പൈലറിൽ ഒന്ന് ചെയ്ത് നോക്കണേ. ഓക്കെ, ഗ്രൂപ്പിൽ ഒരു കമാൻഡ് ഇട്ടിട്ടുണ്ട്, കുറെ ഇട്ടിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേബിളിന്റെ ഇൻഫോ. എന്തോ കേട്ടില്ല, ക്ലീൻ ഒന്നുകൂടെ ക്ലിയർ ചെയ്യോ? ഗ്രൂപ്പിൽ ഒരു കൊറി ഇട്ടിട്ടുണ്ട് നമ്മുടെ DBMS ഗ്രൂപ്പിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. ആ കൊറി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടേബിളിന്റെ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. എവിടെ ഇട്ടിരിക്കുന്നത്? വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ തന്നെയാ SQL കിട്ടും, പ്രോഗ്രാംസിൽ കിട്ടും. ഓക്കെ. എന്നാ ചെയ്യാം. അതാണല്ലേ. ഓക്കെ. അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ എടുത്തോളൂ. എന്നിട്ട് അടുത്ത പ്രാവശ്യം നമുക്കുണ്ടല്ലോ അതിലേക്ക് തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇനി ഒരു ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് ഇനി എന്നാ വന്നൊന്ന് ചെയ്യുന്നേ? അതൊന്ന് പറഞ്ഞേ. ഓഫ്ലൈൻ ആയിട്ട് എല്ലാവരും വരാൻ പറ്റണ ഇടയ്ക്കൊക്കെ ഒന്ന് വന്നങ്ങ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഒരു 2-3 ലാബ് കഴിയുമ്പോഴേ നിങ്ങൾക്ക് അങ്ങനെ വരാനൊരു ഇതുണ്ടോ? ഒന്ന് എല്ലാവരോടും ഒന്ന് ചിന്തിക്കുക.
എന്നിട്ട് ഒരു ദിവസം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വരാം, ഒരു സാറ്റർഡേയോ. ഓക്കെ ആണോ? ഇത് ഇപ്പം ഞാൻ പറഞ്ഞ ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ കുഴപ്പമില്ലായിരിക്കും. നമുക്ക് അതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും പോണത്. അതോ ലാസ്റ്റ് വന്നിട്ടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. വേണമെങ്കിൽ ഇടയ്ക്ക് വരുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഞാൻ കോളേജിൽ അവൈലബിൾ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് 1-2 സിസ്റ്റം മതിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കവിടെ ലാബിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച്, ഞാൻ ANCCയിലാണല്ലോ, അപ്പോൾ ലാബിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇപ്പോൾ 2-3 സിസ്റ്റം മതി, 2 സിസ്റ്റം ഒക്കെ മതിയെങ്കിൽ ആരെങ്കിലും ഒക്കെ വന്ന് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. അതിന് കുഴപ്പമില്ല കേട്ടോ. ഫ്രീ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം, തലേദിവസം ഒന്ന് പറയണം. അവൈലബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വരുത്താൻ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക. ആ ഡിസ്ക്രിപ്ഷൻ എടുക്കാനുള്ള കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇതിൽ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ ക്ലൈൻറ്റ്. ഞാൻ നോക്കിയില്ലായിരുന്നേ. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കുക. ഇതിനേക്കാളും കൂടുതൽ ഈസി ആയിട്ടുള്ള ഏതെങ്കിലും ഓൺലൈൻ കമ്പൈലേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടി ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് നിന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. മിസ്സാ,